ആനയും നായയും ഒരുമിച്ച് പ്രഗ്നൻ്റ് ആയ ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരിക്കലൊരു ആനയും നായയും ഒരുമിച്ച് പ്രഗ്നൻ്റായി. 3 മാസം കഴിഞ്ഞപ്പോൾ നായ പ്രസവിച്ചു. 6 പട്ടിക്കുഞ്ഞുങ്ങളുണ്ടായി. പിന്നെ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ നായ വീണ്ടും പ്രഗ്നൻ്റായി. 9-ാം മാസം പ്രസവിച്ചു. അതങ്ങനെ തുടർന്നു. 18 മാസം കഴിഞ്ഞപ്പോൾ ഈ നായ വന്ന് ആനയോട് ചോദിച്ചു, നീ ശരിക്കും പ്രഗ്നൻ്റ് ആണോ? ഞാൻ 3 പ്രസവം കഴിഞ്ഞു, എന്നിട്ട് നീ ഇതുവരെ പ്രസവിച്ചിട്ടില്ല. ഇതെന്താ സംഭവം? ആന പറഞ്ഞു, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ക്യാരി ചെയ്യുന്നത് ഒരു പട്ടിക്കുഞ്ഞിനെയൊന്നുമല്ല, ഞാൻ ക്യാരി ചെയ്യുന്നത് ഒരു ആനയെയാണ്. ഞാൻ 18 മാസത്തിലൊരിക്കലേ പ്രസവിക്കുകയുള്ളൂ. എൻ്റെ ഈ കുഞ്ഞ് ഭൂമിയിൽ തൊടുമ്പോൾ അത് ഈ ലോകം അറിയും. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ആൾക്കാർ അവിടെ നിൽക്കും, എന്നിട്ട് നോക്കും. ബിക്കോസ് വാട്ട് ഐ ക്യാരി ഈസ് സംതിങ് മജസ്റ്റിക് ആൻഡ് പവർഫുൾ. വലിയ കാര്യങ്ങൾ സംഭവിക്കാൻ കുറച്ചധികം സമയം വേണ്ടിവരും. ചിലപ്പോൾ കുറച്ചധികം പെയിൻ എടുക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ദൈവം ഒത്തിരി കാര്യങ്ങൾ തരുന്നത് വൈകിയാണെന്ന്, ഒത്തിരി വൈകിയാണെന്ന്. നമുക്ക് ചുറ്റുമുള്ളവർക്ക് പെട്ടെന്ന് കിട്ടുന്നുണ്ട്. എന്ത് കാര്യമായിക്കോട്ടെ, ജോലി, സമ്പാദ്യം, അങ്ങനെയെല്ലാം. മറ്റുള്ളവരുടെ ഈ സന്തോഷം കണ്ട് നമ്മൾ എന്തിനാണ് അസൂയപ്പെടുന്നത്? നമ്മുടെ സമയം വരുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മുടെ സമയം വരുമ്പോൾ